പിറ്റേന്ന് രാവിലെ തന്നെ സന്ദീപ് ജഡ്ജിയുടെ എറണാകുളത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് സന്ദീപ് തൻ്റെ എറണാകുളത്തുള്ള ഒരു പഴയ കൂട്ടുകാരനെ വിളിച്ച് ജഡ്ജിയുടെ വീട്ടിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ തൻ്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് സുഹൃത്ത് സന്ദീപിനെ അറിയിച്ചു. അങ്ങനെ ആ സുഹൃത്ത് വഴി സന്ദീപ് ആ ഡ്രൈവറെ താൻ ഇരിക്കുന്ന കഫേയിലേക്ക് വിളിച്ചു വരുത്തി. താൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ജഡ്ജിയുടെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്നും അവിടുത്തെ വേലക്കാരിയെ തനിക്ക് തനിച്ചൊന്ന് ചോദ്യം ചെയ്യണമെന്നും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണമെന്നും സന്ദീപ് അയാളെ അറിയിച്ചു. ജഡ്ജിയും കുടുംബവും നാളെ രാവിലെ ജഡ്ജിയുടെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനായി ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയാണെന്നും ഇനി ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ എന്നും സന്ദീപിനോട് പറഞ്ഞു. സന്ദീപിന് ഇതൊരു നല്ല അവസരമായി തോന്നി. തനിക്ക് ആ വീട്ടിൽ നാളെ പ്രവേശിക്കാൻ ഒരു നല്ല അവസരം ഉണ്ടാക്കി തരണമെന്നും സന്ദീപ് അയാളോട് ആവശ്യപ്പെട്ടു. സന്ദീപിൻ്റെ ആവശ്യപ്രകാരം ആ ഡ്രൈവർ ആ വീടിൻ്റെ എക്സ്ട്രാ കീ സന്ദീപിനെ ഏൽപ്പിച്ചു. ജഡ്ജിയും കുടുംബവും പുറപ്പെട്ടു എന്നുള്ള ഡ്രൈവറുടെ നിർദ്ദേശമനുസരിച്ച് ആരും അറിയാതെ സന്ദീപ് ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. തങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ആര് വന്ന് കോളിംഗ് ബെൽ അടിച്ചാലും കതക് തുറക്കരുത് എന്നുള്ള ജഡ്ജിയുടെ കർശന നിർദ്ദേശം വേലക്കാരിക്കുണ്ടായിരുന്നു. വീടിനുള്ളിൽ പ്രവേശിച്ച സന്ദീപ് നേരെ അടുക്കള വാതിലിലേക്കെത്തി. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേലക്കാരി പെട്ടെന്ന് സന്ദീപിനെ കണ്ട് ഞെട്ടുകയും നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ച് അലറുകയും ചെയ്തു. താനൊരു പോലീസുകാരനാണെന്നും ജഡ്ജിയും കുടുംബവും ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നും സന്ദീപ് വേലക്കാരിയോട് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലുള്ള അവർ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനും തന്നോട് തുറന്നു പറഞ്ഞുവെന്നും ഇനി അത് നിങ്ങളുടെ വായിൽ നിന്ന് കൂടി കേൾക്കണമെന്നും സന്ദീപ് അവരോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാമെന്നും അതുകൊണ്ട് നിങ്ങൾ സത്യങ്ങളെല്ലാം തന്നോട് തുറന്നു പറയണമെന്നും സന്ദീപ് അവരോട് പറഞ്ഞു. ജഡ്ജിയും കുടുംബവും പോലീസ് കസ്റ്റഡിയിലാണെന്ന സന്ദീപിൻ്റെ നുണക്കഥ വിശ്വസിച്ച വേലക്കാരി താൻ എല്ലാ സത്യവും തുറന്നു പറയാമെന്നും തന്നെ രക്ഷിക്കണമെന്നും അവർ സന്ദീപിനോട് പറഞ്ഞു. അങ്ങനെ അവർ 5 വർഷം മുമ്പ് നടന്ന ആ കൊലപാതകത്തിൻ്റെ ചുരുൾ ഓരോന്നായി അഴിക്കുവാൻ തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.